Hi, hello, my dear students. We are starting part 5 class of our chapter Rights, Consumer Rights and Protection. പ്രിയപ്പെട്ട കുട്ടികളെ, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് നടത്തുന്നത്. ഇതിനെ സംബന്ധിച്ച് ഓൾറെഡി ക്ലാസ്സുകൾ നമ്മൾ നടത്തി. ആ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ വ്യൂ ചെയ്യണം. അത് ഒരു തവണ വ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ നിങ്ങൾ ഒരേ ക്ലാസ് വ്യൂ ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് കൺസ്യൂമർ ഫ്രോഡ്, അതായത് കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം കാണും, ബാങ്കിങ് സിസ്റ്റം, ദെൻ ഓൺലൈൻ ട്രേഡ്, ഇങ്ങനെ പല ഏരിയകളിൽ കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്നു, ഫ്രോഡ് ആകപ്പെടുന്നു. അപ്പോൾ അത് വന്നാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പം ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കൊരു ഫ്രോഡ് സംഭവിച്ചു, നമ്മളൊരു കോഴ്സിന് ചേർന്നു, നമുക്ക് എങ്ങനെ അവിടെ നമുക്ക് ഫ്രോഡ് ഉണ്ടായാൽ നമ്മുടെ ആരെയാണ് അതിന് കംപ്ലൈൻറ്റുമായിട്ട് സമീപിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം. രണ്ടാമത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. മൂന്നാമത് കൺസ്യൂമറിന് എങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഏറ്റവും ലാസ്റ്റ്, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗങ്ങൾ. ഇന്നുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇനി മുന്നോട്ട് നമുക്ക് നമ്മുടെ ടേമിലി എക്സാമിന് വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യും. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് പ്രിപ്പറേഷൻ ആയിരിക്കും. എല്ലാവരും വീണ്ടും തുടർന്നും ചാനൽ കാണുക. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഇടുന്ന വീഡിയോകളൊക്കെ ഉടൻ തന്നെ നിങ്ങളുടെ കാണാനും പഠിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഒന്നാമത്തേത്, വിച്ച് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു ബി അപ്രോച്ച് ടു റിസോൾവ് ഫ്രോഡ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റിങ്. അത് തന്നെ, ചീറ്റിങ്. നമുക്ക് എന്തെങ്കിലും ചീറ്റിങ് സംഭവിച്ചു, നമ്മളൊരു കോഴ്സിന് അഡ്മിഷൻ എടുത്തു, പണം അടച്ചു, പക്ഷേ അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള കൺസെൻറ്റ് ഇല്ലായിരുന്നു, അവരുടെ കോഴ്സ് ഗവൺമെൻറ് അംഗീകരിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് വലിയ ചീറ്റിങ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചീറ്റിങ് സംഭവിച്ചാൽ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ എടുക്കേണ്ട, അതിനെ സോൾവ് ചെയ്യാനുള്ള നമ്മുടെ അറ്റംപ്റ്റ് എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് വൺ, കോൺടാക്ട് UGC AICTE സ്റ്റേറ്റ് ബോർഡ്. ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ബോർഡിനെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ UGCയെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ AICTEയെ അപ്രോച്ച് ചെയ്യുക, അവരെ കോൺടാക്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, അപ്രോച്ച് കൺസ്യൂമർ ഫോറം. ഏതൊരു കൺസ്യൂമർ ചീറ്റിങ്ങിനും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൺസ്യൂമർ ഫോറം. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ഫോറത്തെ അപ്രോച്ച് ചെയ്യുക. ദെൻ ലോഞ്ച് എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസ്. നമുക്ക് എവിടെ ഫ്രോഡ് സംഭവിച്ചാലും നമുക്ക് കംപ്ലൈൻറ്റ് ഇത് ഏത് ഒരു സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്രോച്ച് കൺസ്യൂമർ ഫോറം, ലോഡ്ജ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജനറലായിട്ട് പഠിച്ചു വെക്കാവുന്ന രണ്ടെണ്ണമാണ് ഇത് രണ്ടും. അപ്രോച്ച് കൺസ്യൂമർ ഫോറം, ദെൻ ലോഡ്ജ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസ്. അല്ലേ, നമുക്ക് ഏത് ഫ്രോഡ് സംഭവിച്ചാലും അത് ഏത് സിസ്റ്റം ആണെങ്കിലും നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ദെൻ കോൺടാക്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇതിപ്പോൾ എഡ്യൂക്കേഷൻ പർട്ടിക്കുലർ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നാലാമത് എന്ത് പറയാം? കോൺടാക്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം, UGCയെ കോൺടാക്റ്റ് ചെയ്യാം, സ്റ്റേറ്റ് ബോർഡിനെ കോൺടാക്റ്റ് ചെയ്യാം, കൺസ്യൂമർ ഫോറത്തെ അപ്രോച്ച് ചെയ്യാം, പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, വിച്ച് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു ബി അപ്രോച്ച് ടു റിസോൾവ് ഹെൽത്ത് കെയർ ഫ്രോഡ്. ഹെൽത്ത് കെയർ ആ സിസ്റ്റത്തിൽ നമുക്കൊരു ഫ്രോഡ് സംഭവിച്ചു, നമുക്ക് ചികിത്സ കിട്ടിയില്ല, അല്ല തെറ്റായ ചികിത്സ കിട്ടി, അല്ലെങ്കിൽ നമുക്ക്
ആ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പയറി കഴിഞ്ഞ മരുന്ന് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഏതൊരു ഫ്രോഡ് സംഭവിച്ചാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫയൽ എ കംപ്ലൈൻറ്റ് ത്രൂ ദ ഗ്രീവൻസസ് പോർട്ടൽ ഓഫ് ദ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ. ഇവിടെ നമ്മൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യേണ്ടത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിലോ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെയോ പോർട്ടലിൽ കയറി കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പം നമുക്ക് രണ്ട് കൂട്ടരെ സമീപിക്കാം, സ്റ്റേറ്റ്, നാഷണൽ. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ കൊടുക്കാം, നാഷണൽ മെഡിക്കൽ കൗൺസിലും കൊടുക്കാം. ഇതിലെവിടെ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? നമുക്കുണ്ടായ ഫ്രോഡ് എത്ര വലുതാണെന്ന് നോക്കിയിട്ട് വേണം. അധികം കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ കൊടുക്കാം. നമുക്ക് സംഭവിച്ച ചീറ്റിംഗ് ഒരു ബിഗ് ആണെങ്കിൽ നമ്മൾ ആരെ കാണണം? നാഷണൽ മെഡിക്കൽ കൗൺസിലിൽ കൊടുക്കുക. ഓക്കെ, ദെൻ കംപ്ലൈൻറ്റ് വിത്ത് ദ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം? കംപ്ലൈൻറ്റ് എ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത്. ദെൻ ഫയൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ഓൺ ദ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ഫോർ സീരിയസ് ഹെൽത്ത് ഫ്രോഡ്. ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു ലേഡി അവർ ഒരു ഓപ്പറേഷന് വിധേയമാവുകയും അതിൻ്റെ അവിടെ അവർക്ക് ആ ഓപ്പറേഷനിൽ അവർക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതുപോലുള്ള വലിയ ഹെൽത്ത് ഫ്രോഡുകൾ സംഭവിച്ചാൽ നമ്മൾ ഫയൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇൻ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട്. നേരിട്ട് നമുക്ക് ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് സുപ്രീം കോർട്ടിലോ നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. ഓക്കെ, ഫയൽ എ കംപ്ലൈൻറ്റ് ത്രൂ ദ ആരോഗ്യ സേതു ആപ്പ്. ആരോഗ്യ സേതു ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ നാഷണൽ ഗവൺമെൻറ്റിൻ്റെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അവർക്കൊരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് ഫ്രോഡുമായിട്ട് സംഭവിച്ചാൽ നമുക്ക് ചെയ്യാം. ഹൗ ക്യാൻ വി സോൾവ് ഫ്രോഡുലൻറ്റ് ഓഫേഴ്സ് ഓഫ് ജോബ് എബ്രോഡ്? നമുക്ക് ജോബ് എബ്രോഡിൽ തരാം, അല്ലെങ്കിൽ ഫോറിൻ രാജ്യത്ത് നമുക്ക് ജോബ് തരാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനി, ഏതെങ്കിലും പേഴ്സൺസ് നമ്മളെ ഫ്രോഡ് ചെയ്താൽ, നമ്മളെ ചീറ്റ് ചെയ്താൽ, നമ്മൾ ആരെയാണ് അതിൻ്റെ സൊല്യൂഷന് വേണ്ടി സമീപിക്കേണ്ടത്? ഹൗ ക്യാൻ വി റിസോൾവ്? ക്യാൻ കംപ്ലൈൻറ്റ് ത്രൂ ദ പ്രൊട്ടക്റ്റേറ്റീവ് ഓഫ് എമിഗ്രൻസ് പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം, എമിഗ്രൻറ്റ് പ്രൊട്ടക്ടറേറ്റ്. ദെൻ എ കേസ് ക്യാൻ ഫയൽ ബി അണ്ടർ IPC സെക്ഷൻ 420. പോലീസിനെ സമീപിച്ച് നമുക്കൊരു കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്യാം, IPC സെക്ഷൻ 420. ഓക്കെ, അത് വെച്ച് നമുക്ക് അവർക്കെതിരെ, ആ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ, ആ കമ്പനിക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. ഇഫ് യു വിയർ സ്കാംഡ് ആഫ്റ്റർ അറൈവിങ് അറ്റ് ദ ഫോറിൻ കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാണ് നമുക്ക് ഫ്രോഡ് സംഭവിച്ചത്, ചീറ്റിംഗ് സംഭവിച്ചത്, നമ്മളെ കാത്തു നിൽക്കാൻ ആരുമില്ല, അവിടെ നമുക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ ജോലി അല്ലാതെ ഏതെങ്കിലും സ്ലേവറിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി, അങ്ങനെ ഫോറിൻ രാജ്യത്ത് എത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചീറ്റിംഗ് സംഭവിക്കാൻ, യു ക്യാൻ ലോഡ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ ഇന്ത്യൻ എംബസിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അവിടെ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നുണ്ട്. ആ രാജ്യത്തെ ഇന്ത്യൻ എംബസിയിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ഹൈ കമ്മീഷനിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓക്കെ, ഹൈ കമ്മീഷൻ എല്ലാ രാജ്യത്തും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇന്ത്യൻ എംബസി എല്ലാ ഫോറിൻ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസിയിലോ ഹൈ കമ്മീഷനിലോ നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. ദെൻ ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദ പ്രവാസി സഹായതാ കേന്ദ്രത്തിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1800113090. ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് പ്രവാസി സഹായതാ കേന്ദ്രയിൽ വിളിക്കുകയും അവരുമായിട്ട് നമ്മുടെ ഈ സംഗതി, നമ്മുടെ ഈ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്ത് വേണ്ട അഡ്വൈസ് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രത്യേക ചീറ്റിങ്ങിൽ ചെയ്യാവുന്നതാണ്. എന്താണ്? ജോബ് എബ്രോഡ് തരാവുന്നുള്ള ഓഫറിൽ നമ്മളെ ചീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വാട്ട് വി ഹാവ് ടു ഡു ഫോർ സോൾവിങ് ഓൺലൈൻ ഫ്രോഡ്? നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ചീറ്റിംഗ് സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഓൺലൈൻ ട്രേഡ്. ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ട്, അല്ലേ? അതിനെ നമ്മൾ സൈബർ ക്രൈം എന്നാണ് പറയുക. കംപ്ലൈൻറ്റ് ടു സൈബർ ക്രൈം സെൽ at cybercrime.gov.in. cybercrime.gov.in
gov.in എന്ന് പറയുന്ന ഒരു സൈറ്റാണ് നമുക്ക് ഇതിനു വേണ്ടി കംപ്ലൈൻറ്റ് കൊടുക്കാൻ തന്നിരിക്കുന്നത്. അത് സൈബർ ക്രൈം സെല്ലിൻ്റെയാണ്. അവിടെയാണ് ഓൺലൈൻ ഫ്രോഡിന് നമ്മൾ ആദ്യം കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. റിപ്പോർട്ട് ദ CERT ഇൻ പോർട്ടൽ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അതായത് CERT ഇൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ, സബ്മിറ്റ് എ കംപ്ലൈൻറ്റ് ത്രൂ ദ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഓർ അറ്റ് info@cert.in.org.in ഈ ഒരു സൈറ്റിലും നമുക്ക് കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ആണ്. അവിടെയും നമുക്ക് കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സൈബർ ക്രൈം സെല്ലിനാണ് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് പലതരത്തിലുള്ള സൈറ്റുകളും പലതരത്തിലുള്ള ഹെൽപ്പ് കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഈ ഒരു സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ബാങ്കിങ് ഫ്രോഡ്, ഹൗ ക്യാൻ വി സോൾവ്? ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്, പണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫ്രോഡ് സംഭവിച്ചു. വാട്ട് ക്യാൻ വി ഡു ഫോർ സോൾവിങ്? അപ്രോച്ച് ദ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. അതെന്ന് പറയുന്ന ബാങ്ക് മാനേജറെയാണ് നമ്മൾ പോയി കാണേണ്ടത്. അവിടെ അവർക്ക് ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ സഹായിക്കും. വി ഹാവ് ടു അപ്രോച്ച് ബാങ്ക് മാനേജർ. ഇഫ് ദ ബാങ്ക് ഡസ് നോട്ട് റെസ്പോണ്ട് വിതിൻ 30 days, നമ്മൾ മാനേജറെ കണ്ടിട്ടും വിതിൻ 30 days ഒരു റെസ്പോണ്ടും ഇല്ലെങ്കിൽ യു ക്യാൻ അപ്രോച്ച് RBI ഓംബുഡ്സ്മാൻ. നമുക്ക് കാണാവുന്ന രണ്ടാമത്തെ ആളാണ് RBI ഓംബുഡ്സ്മാനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. RBI എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും അപ്പക്സ് ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ഓംബുഡ്സ്മാനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ടോൾ ഫ്രീ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ നമ്പറിലാണ് നമുക്ക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാവുന്നത്. 14448 CGM bank@rbi.org.in. ഇതാണ് അവരുടെ സൈറ്റ് അഡ്രസ്സ്. ഈ സൈറ്റ് അഡ്രസ്സിൽ നമുക്ക് RBIയുടെ ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ആരെയാണ് കാണേണ്ടത്? ബാങ്ക് മാനേജറെ കണ്ട് അപ്രോച്ച് ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസത്തിൽ നമ്മൾ നോക്കുക. അവിടെ നമുക്ക് ഒരു റെസ്പോൺസും കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ആരെ കാണണം? RBI ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യുക. ഇതാണ് ബാങ്കിങ് ഫ്രോഡിന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും ഹെൽത്ത് സിസ്റ്റത്തിലാണെങ്കിലും ഓൺലൈൻ സിസ്റ്റത്തിലാണെങ്കിലും ബാങ്കിങ് ഫ്രോഡാണെങ്കിലും എല്ലാത്തിനും നമുക്ക് സൊല്യൂഷനുണ്ട്. നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ വെബ്സൈറ്റുകളും മറ്റ് സഹായിക്കുന്ന കേന്ദ്രങ്ങളും നമുക്കുണ്ട്. അവിടെയൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇഫ് എ കൺസ്യൂമർ ഈസ് ചീറ്റഡ്, ഹൗ ടു ഫയൽ കംപ്ലൈൻറ്റ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഓഫീസ് ഓർ കൺസ്യൂമർ കോർട്സ്. നമ്മൾ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ കോർട്ടിൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ റെസ്പെക്റ്റീവ് ഓഫീസിൽ നമ്മൾ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്? അതിൻ്റെ രീതി എന്താണ്? Persons with grievance can write a detailed complaint on a white paper and submit it directly to the Consumer Dispute Redressal Court. നമ്മൾ കണ്ടതാണ്, നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമ്മളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് കോർട്ടുകൾ കൺസ്യൂമേഴ്സിന് വേണ്ടി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോർട്ടിലെ ഡിസ്ട്രിക്ട് കോർട്ടാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഡിസ്ട്രസൽ കോർട്ട്. ഓക്കെ, അങ്ങനെയുള്ള കോർട്ടിലേക്ക് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽഡായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയാൽ മതി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കതിന് പ്രത്യേക ഫോറമോ പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ഒന്നും വേണ്ട. വി ഹാവ് ടു റൈറ്റ് ദ കംപ്ലൈൻറ്റ് ഇൻ ഡീറ്റെയിൽ in a white paper and submit it to the directly to Consumer Dispute Redressal Court. We should attach supporting documents as evidence. അപ്പോൾ നമ്മളൊരു കംപ്ലൈൻറ്റ് വൈറ്റ് പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യണം. എന്താണ് അറ്റാച്ച് ചെയ്യേണ്ടത്? സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. ബില്ലുണ്ടെങ്കിൽ ബില്ല്, അങ്ങനെയുള്ള എന്തെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് വേണം നമ്മുടെ കംപ്ലൈൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? വൈറ്റ് പേപ്പറിൽ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽഡായിട്ട് എഴുതി കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കോർട്ടിന് കൊടുക്കുക. 2, അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ കുറേ സിമ്പിൾസ് പരിചയപ്പെട്ട് വെക്കണം.
എന്താണ്? ഇതാണ് ക്വാളിറ്റി കാണിക്കുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ, ഒരു ഗുഡ്സിൻ്റെ, ഒരു സർവീസിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾസാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഇപ്പം നിങ്ങൾ കാണുന്ന സിമ്പിൾസ് എല്ലാം തന്നെ നാഷണൽ, നോട്ട് നാഷണൽ, ഇൻ്റർനാഷണൽ ലെവലിലുള്ളതാണ്. ഇൻ്റർനാഷണൽ ലെവൽ എന്താണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും മീനിങ്? ഒന്നാമത്തെ സിമ്പിൾ കാണിക്കുന്ന വൂള്, കമ്പിളി. കമ്പിളി പ്യുവർ ആണ്, അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെന്ന് കാണിക്കുന്നതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഇങ്ങനെ ടിക്ക് മാർക്ക് തന്നിരിക്കുന്നതാണോ? ടിക്ക് മാർക്കുണ്ട്. അതുപോലെ തന്നെ അടുത്ത് ഇങ്ങനെ ഓരോരോ ഈ സി എന്ന് കാണുന്നതാണ്ടോ? അത് ഇലക്ട്രോണിക് സാധനങ്ങളുടേതാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾക്കും നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി സിമ്പിൾസ് ഉണ്ട്. അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ സിമ്പിൾസും ഉണ്ട്. സം ക്വാളിറ്റി സിമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ക്വാളിറ്റി സിമ്പിൾസ് ആണ് ടീച്ചർ ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISI. ISI എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ആദ്യം തന്നിരിക്കുന്നത്. ISI എന്ന് പറയും. അത് ഒന്നാമത്തേത് ഐയും രണ്ടാമത്തേത് എസ്സാണ്. എസ് ഇച്ചിരി വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നതാണോ? ISI, ഇന്ത്യൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ ഒരു ISI മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ മേടിക്കുന്ന സാധനം ക്വാളിറ്റിയുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ISI സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കി വാങ്ങുക. രണ്ടാമത്തെ FPO എന്ന് പറയുന്നത് അത് പ്രോസസ്ഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു സിമ്പിളാണ്. ഫ്രൂട്ട്സ് നമ്മൾ മേടിക്കുമ്പോൾ FPO ഈ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. വി ഹാവ് ടു ബൈ ദാറ്റ് പ്രോഡക്റ്റ് വിത്തൗട്ട് എനി ഡൗട്ട്. ഓക്കെ, ദെൻ ഈ മൂന്നാമത് കാണുന്ന FSSAI അത് എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഫുഡ് ഐറ്റത്തിൽ ഇങ്ങനൊരു സിമ്പിൾ കണ്ടാൽ നമുക്ക് അത് സെക്യൂർ ആണെന്ന് മനസ്സിലാക്കി വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് വൺ അഗ്മാർക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്മാർക്ക്, ദിസ് സിമ്പിൾ ഈസ് യൂസ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫോറസ്ട്രി പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഹണിയൊക്കെ പോലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ, ഫോറസ്റ്റ് പ്രോഡക്ട്സും അഗ്രികൾച്ചർ പ്രോഡക്ട്സും മേടിക്കുമ്പോൾ നമ്മൾ അഗ്മാർക്ക് എന്ന് പറയുന്ന ഈ ഫോർത്ത് സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ BIS ഹാൾമാർക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെ സിമ്പിളാണ്? ജ്വല്ലറി, ഗോൾഡ് പ്യുവർ ആണ്, 916 അല്ലേ? അതല്ലേ ഏറ്റവും പ്യൂരിറ്റി ഉള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിളാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ക്വാളിറ്റി സിമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ അഗ്മാർക്ക്, ISI, FSSAI, all these are very important. Okay, then what is consumer education? Consumer education is about educating consumers about their rights, responsibilities, choices of products and services, differences in markets and consumer laws. കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കൺസ്യൂമറിനെ അവർക്ക് അതിനുള്ള അറിവ് കൊടുക്കുക. എന്തിനെയൊക്കെ സംബന്ധിച്ചാണ്? കൺസ്യൂമേഴ്സ് അബൌട്ട് ദെയർ റൈറ്റ്, റെസ്പോൺസിബിലിറ്റീസ്, ചോയ്സസ് ഓഫ് പ്രോഡക്ട്സ്, ഡിഫറൻസസ് ഇൻ മാർക്കറ്റ്സ് ആൻഡ് കൺസ്യൂമർ ലോസ്. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും കൺസ്യൂമേഴ്സിന് ഫ്രോഡ് സംഭവിക്കുന്നത്, ചീറ്റിംഗ് സംഭവിക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ അറിയത്തില്ലാഞ്ഞിട്ടാണ്. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ചോയ്സസ് ഓഫ് പ്രോഡക്ട്സ് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നു, ഡിഫറൻസസ് ഇൻ മാർക്കറ്റിലുള്ള ഡിഫറൻസ് എന്താണ്, കൺസ്യൂമർ ലോസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ലോസ് ഏതൊക്കെയാണ്. ഓൾറെഡി നിങ്ങളിത് പഠിച്ചു, പക്ഷേ എല്ലാവർക്കും ഈ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. Then consumer education raises awareness and instills self-protection values among consumers. കൺസ്യൂമേഴ്സിനെ സെൽഫ് പ്രൊട്ടക്ഷൻ വാല്യൂസ് ഉണ്ടാക്കാൻ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് കൺസ്യൂമേഴ്സ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഫ്രോഡ് ആൻഡ് റോങ്ഫുൾ ട്രാൻസാക്ഷൻ. കൺസ്യൂമേഴ്സിന് ഒരിക്കലും ചീറ്റിംഗ് സംഭവിക്കാതെ, ഫ്രോഡ് സംഭവിക്കാതെ, റോങ്ഫുൾ ട്രാൻസാക്ഷൻസ് നടക്കാതെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. So consumer education is about educating consumers. Okay? About consumer education, it is very important. What are the objectives of consumer education? Consumer education objectives എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. You have to study. Okay? To protect consumer right. Consumer റൈറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. To make consumers aware of their responsibility. കൺസ്യൂമേഴ്സിനെ അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി അവെയർ ചെയ്യുക. ടു എൻഷുർ സേഫ്റ്റി ഇൻ ട്രേഡ്, എസ്പെഷ്യലി ഓൺലൈൻ ട്രേഡ്. ഓൺലൈൻ ട്രേഡുകളിൽ അവർക്ക് സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കുക. ടു ഐഡൻറ്റിഫൈ എത്തിക്സ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ എത്തിക്സും റെഗുലേഷൻസും, റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് എന്നാണ്,
അതിൻ്റെ നിയമങ്ങൾ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ നമ്മൾ പാലിക്കേണ്ട സത്യസന്ധത, നമ്മൾ പാലിക്കേണ്ട എന്താണ് എത്തിക്സ് അല്ലേ? എത്തിക്സ്, സത്യസന്ധത എന്തൊക്കെയാണ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഇതിൻ്റെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസിനെ പറ്റി കൺസ്യൂമേഴ്സിനെ അവെയർ ആക്കുക. ടു എൻഷ്യൂർ ഹെൽത്ത് സേഫ്റ്റി കൊണ്ടുവരിക. ഓക്കെ, ഹെൽത്ത് സേഫ്റ്റി കൊണ്ടുവരിക. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എഡ്യൂക്കേഷന് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അവരെ കൺസ്യൂമർ റൈറ്റ്സ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് റെസ്പോൺസിബിലിറ്റികളെ പറ്റി അവെയർ കൊടുക്കുക, അവർക്ക് ട്രേഡിൽ സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കുക, കൺസ്യൂമർ എത്തിക്സിനെ സംബന്ധിച്ച്, റെഗുലേഷൻസ് ഇൻ ദ മാർക്കറ്റിനെ സംബന്ധിച്ച് അവെയർനെസ് കൊടുക്കുക. ദെൻ ടു ക്രിയേറ്റ് അവെയർനെസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് ആൻഡ് എൻഷ്യൂർ ഹെൽത്ത് സേഫ്റ്റി. ഓക്കെ, ഓൾ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നതിനകത്തെ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടെടുത്ത് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് സംഭവം, പക്ഷെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ദെൻ ഹൗ ക്യാൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ്റർവെൻസ് ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് ഫോർ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം, ഏത് കാര്യം നമ്മളൊരു വ്യക്തിയിലേക്ക്, ഒരു പേഴ്സണിലേക്ക് ഒരു കാര്യം അവർക്ക് അവെയർ ഉണ്ടാക്കണമെങ്കിൽ അത് എവിടെ തുടങ്ങണം? നമ്മൾ പറയാറില്ലേ, കതിരെ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. അവർ കുട്ടികളായിരിക്കുമ്പം തൊട്ടേ നമ്മൾ കൺസ്യൂമർ അവെയർനെസ് കൊടുക്കണം. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോഴേ കൺസ്യൂമർ അവെയർനെസ് കൊടുത്താലേ ഒരു കൺസ്യൂമർ ഒരു അവെയർനെസ്സിലേക്ക് വരികയുള്ളൂ. അവർക്ക് 60 70 വയസ്സായിട്ട് നമ്മൾ കുറേ അവെയർനെസ് കൊടുത്തിട്ടൊന്നും ഒത്തിരി നമുക്കതിനകത്ത് അവരെ അവെയർ ആക്കാൻ പറ്റുകയില്ല. ചെറുതിലേ കൊടുക്കണം, അവർ കുട്ടികളായിരിക്കുമ്പോഴേ കൊടുക്കണം. സോ കൺസ്യൂമർ അവെയർനെസ് കൊടുക്കേണ്ട സമയമാണ് എഡ്യൂക്കേഷൻ. സോ ഹൗ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം intervenes in consumer protection activities or consumer satisfaction. We can create a better consumer society through consumer awareness. Consumer education is being included as a separate topic in the curriculum. നമ്മുടെ കരിക്കുലത്തിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ കൺസ്യൂമർ എഡ്യൂക്കേഷനെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാക്കി നമ്മൾ പഠിക്കാൻ കൊടുക്കണം. ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ LP, UP, HSS ലെവലിലൊക്കെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് കരിക്കുലത്തിൽ കൊടുക്കുക. ചിൽഡ്രൻ ഷുഡ് പ്രൊവൈഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് റൂം. കുട്ടികൾക്ക് കൺസ്യൂമർ അവെയർനെസ്സിനെ സംബന്ധിച്ച്, കൺസ്യൂമർ റൈറ്റ്സിനെ സംബന്ധിച്ച്, കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്ന ഡിഫറെൻറ്റ് ഒക്കേഷൻസിനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് ചില പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക. അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമുകളിൽ ഇത് ഉൾപ്പെടുത്താം. ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് പ്രോഗ്രാം വെക്കാം. നമുക്ക് ഡിസ്കഷൻസ്, അതുപോലെ തന്നെ സെമിനാർ, ദെൻ വി ക്യാൻ ഡിബേറ്റ്, വി ക്യാൻ അറേഞ്ച് സം ഡിബേറ്റ്സ് ഓർ സ്കിറ്റുകളൊക്കെ വെക്കുക. അങ്ങനെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുക. കൺസ്യൂമർ ക്ലബ്ബുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കണം. കൺസ്യൂമർ ക്ലബ്സ് ഇൻ സ്കൂൾസ് ഓൾസോ ഹെൽപ്പ് ഇൻ റേസിംഗ് കൺസ്യൂമർ അവെയർനെസ് എമംഗ് സ്റ്റുഡൻസ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ ധാരാളം ക്ലബ്ബുകളുണ്ട്. അതിനകത്ത് കൺസ്യൂമർ ക്ലബ്ബുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, കുട്ടികളെ അതിനകത്ത് മെമ്പേഴ്സ് ആക്കുക. ഈ കൺസ്യൂമർ ക്ലബ്ബുകൾ സ്കൂളിൽ അസംബ്ലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടോ അല്ലാതെയോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ കരിക്കുലത്തിൽ ഇതൊരു ടോപ്പിക്കാക്കുക, കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക. കൺസ്യൂമർ ക്ലബ്ബുകൾ സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യുകയും അവർക്ക് ആ ക്ലബ്ബുകളിലൂടെ അവെയർനെസ് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിൽ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് പഠിച്ചോണേ. ദെൻ ഹൗ ക്യാൻ അവർ സൊസൈറ്റി ഇൻ്റർവെൻസ് ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് ഓർ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ സൊസൈറ്റിക്ക് നമുക്കറിയാം, എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെടൽ നടത്തുന്നതാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആ ഒരു ഏരിയയിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, കൺസ്യൂമേഴ്സ് നീഡ് ടു ബി അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ടു ബി ഏബിൾ ടു കംപ്ലെയിൻ ആൻഡ് ഗെറ്റ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം ബൈ സേസ്. അതായത് നമ്മുടെ സൊസൈറ്റി കൺസ്യൂമേഴ്സിനെ അവെയർ ആക്കുക. എന്തിനെപ്പറ്റി? ദെയർ റൈറ്റ്സ് ആൻഡ് ഏബിൾ ടു കംപ്ലെയിൻ. പലപ്പോഴും കൺസ്യൂമേഴ്സ് പരാജയപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? അവർക്ക് കംപ്ലെയിൻ ചെയ്യത്തില്ല. അപ്പം ദ സൊസൈറ്റി they have to encourage our people to complain
ആൻഡ് ഗെറ്റ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം ദേ ഫേസ്. ഓക്കെ, അപ്പോൾ സൊസൈറ്റി അവർക്കൊരു എന്ത് കൊടുക്കണം, അവർക്കൊരു ഹെൽപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കൊരു അസിസ്റ്റൻസ് കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം കംപ്ലൈൻറ്റ് കൊടുക്കാൻ. പലപ്പോഴും നമ്മുടെ അടുത്തുള്ള ഒരു കടക്കാരനാണ്, നമുക്ക് ആ കടയിൽ പോയൊരു സാധനം വാങ്ങിയപ്പോഴാണ് നമുക്ക് ഫ്രോഡ് സംഭവിച്ചെങ്കിൽ പലപ്പോഴും നമ്മൾ ആ കടക്കാരനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ നമ്മുടെ സൊസൈറ്റിയിലുള്ള പേഴ്സൺസ് പേടിക്കും. അവർക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റി അവരുടെ കൂടെ നിൽക്കണം. ദേ ഹാവ് ടു സപ്പോർട്ട് that particular person to submit a complaint. Okay, give awareness program to develop a mindset of consuming only the necessary goods. പലപ്പോഴും നമ്മുടെ ആളുകൾ നെസസറി ഗുഡ്സ് അല്ല കൺസ്യൂം ചെയ്യുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത ഗുഡ്സും അഡ്വർടൈസ്മെൻറ്റിലൊക്കെ വീണു പോയിട്ട് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യണം, സൊസൈറ്റി ഗീവ് അവെയർനെസ് പ്രോഗ്രാം ടു ഡെവലപ്പ് എ മൈൻഡ് സെറ്റ് ഓഫ് കൺസ്യൂമിങ് ഓൺലി നെസസറി ഗുഡ്സ്. അവെയർനെസ് പ്രോഗ്രാം എവിടെ വെക്കാം, നമ്മുടെ പഞ്ചായത്തിന്, അല്ലെ നമ്മുടെ ഗ്രാമസഭകൾക്ക്, അത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീ, ദെൻ അവർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ദേ ക്യാൻ കണ്ടക്ട് അവെയർനെസ് പ്രോഗ്രാംസ് to develop a mindset in our people for consuming only necessary goods. Thank you children. നമ്മുടെ ഈ ഒരു കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ചാപ്റ്റർ വളരെ വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. വീണ്ടും ഇനിയും വീഡിയോകൾ ടീച്ചർ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വ്യൂ ചെയ്യുക, പഠിക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.